വെൽക്കം ടു അപ്ഡേറ്റ് ഹോംസ്. ഇന്ന് എല്ലാരും കൂടെ ടൈല് സെലക്ട് ചെയ്യാൻ പോകട്ടോ. തൃശ്ശൂർ രാഹുൽ ടൈൽസിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. കുറച്ചു നേരത്തെ യാത്രക്കിടയിൽ അങ്ങനെ നമ്മളിവിടെ എത്തി. ആഹാ, എവിടെ നോക്കിയാലും ടൈല്. പിന്നെ ടൈലുകളിൽ എന്താ കാണാ അല്ലേ? ഗ്രാനൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. വാൾ ടൈൽസും ബാത്റൂം ടൈൽസും ഫ്ലോർ ടൈൽസും ക്ലാഡിംഗ് ടൈൽസും തുടങ്ങി സാനിറ്ററി ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. വിചാരിക്കണ പോലെ അല്ലാട്ടോ ഈ പണി. എല്ലാവരും ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് ഈ കച്ചവടം ഉറപ്പിക്കാൻ കുറച്ചധികം ടൈം എടുത്തു. അങ്ങനെ അതൊക്കെ തീർത്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴേക്കും വിശപ്പിന്റെ വിളി അങ്ങോട്ട് എത്തിന്ന് പറഞ്ഞാതില്ലോ. ഫുഡ് കഴിച്ചിനി എന്തുള്ളൂ എന്നുള്ള കടുത്ത തീരുമാനത്തിൽ വണ്ടി കയറി നേരെ വിട്ടു നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിലുള്ള അലങ്കാർ റെസ്റ്റോറന്റിലേക്ക്. ഈ കാണുന്നതാണ് റെസ്റ്റോറന്റ്. നല്ല തിരക്കുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു കേട്ടോ ടേബിൾ ഒന്ന് കിട്ടാനായിട്ട്. ഈ റെസ്റ്റോറന്റ് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് കുരിച്ചിറയിലുള്ള എവർഗ്രേസ് കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. അത് നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയ ജോഷിച്ചേണ്ട തന്നെയാണ്. 5200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ബിൽഡിംഗ് 9 മാസം കൊണ്ടാണ് ഫിനിഷ് ചെയ്തത്. ഡിസൈൻ തുടങ്ങി കൺസ്ട്രക്ഷൻ വിത്ത് ഇന്റീരിയർ ഡിസൈൻ വരെ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. 200 സീറ്റിംഗ് കപ്പാസിറ്റി, ഫീഡിംഗ് റൂം, പ്രയർ റൂം, കിച്ചൺ വിത്ത് സ്റ്റോർ റൂം, റെസ്റ്റ് റൂം എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 നിലകളിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടേബിൾ ഒക്കെ കിട്ടി വന്നപ്പോഴേക്കും ഒരാളിവിടെ നല്ല ഉറക്കത്തിലായി. ഇനി അടുത്ത സ്റ്റെപ്പ് ഫുഡ് ഓർഡർ ചെയ്യലാണ്. അത് ജോഷി ചേട്ടനോട് ഏൽപ്പിച്ചു. എന്തൊക്കെ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട് തന്നെ കൺഫ്യൂഷൻ അടിച്ച് നമ്മുടെ വെയിറ്റർ ചേട്ടനും. പിന്നെ ഫുഡ് വരാനുള്ള ഒരു കാത്തിരിപ്പ്. അളിയനും കൂടെ ഭയങ്കര ഡിസ്കഷനിലാണ്. നാത്തനും കൂടെ വേറെ എന്തൊക്കെയോ വിശേഷങ്ങള്. ഞങ്ങൾ റെസ്റ്റോറന്റ് ഭംഗി ആസ്വദിച്ചിരിക്കാൻ കേട്ടോ. പുറത്ത് ഒരുപാട് ചെടികളുണ്ട്. പിന്നെ അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് എത്തി ബാംബോ സ്റ്റിക് ചിക്കൻ. പേര് പോലെ തന്നെ ബാംബോ സ്റ്റിക്കിൽ ബോൺലെസ് ചിക്കൻ കുത്തി ഉണ്ടാക്കിയ ഒരു ഡിഷ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നെക്സ്റ്റ് ഡിഷ് വന്നു, കുനാഫ ചിക്കൻ. അതും അടിപൊളി തന്നെ. ആ സോസ് കൂട്ടി കഴിക്കാൻ നല്ല പൊളിയാണ് കേട്ടോ. അതും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ദാ വരുന്നു ബിരിയാണി. എല്ലാവർക്കും സെർവ് ചെയ്തൊക്കെ തരുന്നുണ്ട്. ഒരാൾ ഇത്തിരി തിരക്ക് കൂടുതലായതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ എടുക്കാൻ കേട്ടോ. നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി. റൈസും ചിക്കനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതിലൂടെ ബീഫ് റോസ്റ്റ് കൂടെ ഉണ്ട്. അതും പൊള്ളിയാണേ. നേരത്തെ ഉറങ്ങിക്കിടന്നിരുന്ന ആള് കുറച്ച് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഒരു എഗ് വെയിറ്റ് എടുത്ത് അതിലൊരു തരി പോലും റൈസില്ലെന്ന് ഉറപ്പിച്ചിട്ട് ആശാൻ അത് കഴിക്കണേ. അങ്ങനെ ഫുഡ് എടുക്കുക കഴിഞ്ഞു. ഇനി ജ്യൂസ് ഷേക്കൊക്കെ വരാനുണ്ട്. ആശാൻ ഇവിടെ നല്ല പണിയിലാണ് കേട്ടോ. അവ എന്തേലും കാണിക്കട്ടെ എന്ന മൈൻഡിലെ ടീനു. അങ്ങനെ കൊടയും ചൂടി ഫലോടെ എത്തി. പിന്നാലെ ഷേക്കും ലെമൺ ജ്യൂസും എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഏറ്റവും കൂടുതലൊരു ഐറ്റം വന്നു, ഡ്രസ് ലെക്ചർ. പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റം. ഇതിന്റെ പല ഫ്ലേവറുകളുണ്ട്. പിസ്താഷ്യോ ആണ് ഞങ്ങൾ കഴിച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് പോലെ ഒന്നില് പിസ്താഷ്യോ മിൽക്ക് ഒഴിച്ച് കഴിക്കുന്നു. സൂപ്പർ ഡെസേർട്ട് ആണ് കേട്ടോ ഇത്. ഒരുപാട് മധുരമില്ല, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഈ ഡിഷിനെ പറ്റി ഷെഫ് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറും മനസ്സും ഒരുപോലെ നിറച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.